ഹരേ കൃഷ്ണ, സർവം കൃഷ്ണമയം ജഗത് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്, ഭഗവാന്റെ പരീക്ഷണം. ശരിയാണ്, എല്ലാ ഭക്തരുടെ ജീവിതത്തിലും ഭഗവാന്റെ പരീക്ഷണം ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം ഒരു ഭക്തയോ ഭക്തനോ ആകുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഭഗവാനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒത്തിരി സാക്രിഫൈസ് ചെയ്യണം. ബാക്കി ഈശ്വരന്മാരെയോ അല്ലെങ്കിൽ ബാക്കി പെട്ടെന്ന് നമുക്ക് പ്രീതി കിട്ടുന്ന പോലെയല്ല ഭഗവാൻ കൃഷ്ണന്റെ പ്രീതി നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. ഭഗവാൻ ഒരു കള്ളക്കുറുമ്പൻ, നമുക്ക് എല്ലാവരും ഒരു കള്ളക്കുറുമ്പനാണ്, ഓടിക്കളയും, നമ്മൾ പിടിച്ചാൽ കിട്ടത്തുപോലും ഇല്ല, അത്രയ്ക്കൊരു കുറുമ്പനാണ്. അപ്പം അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭക്തി. നമ്മളെ ഒത്തിരി പരീക്ഷിക്കും. നമ്മുടെ ഭക്തി ഒറിജിനലാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയാൻ ഭഗവാൻ പരീക്ഷിക്കും. കാരണം ഭഗവാന്റെ പരീക്ഷണം വരുമ്പോൾ തന്നെ മിക്കവരും മതം മാറിക്കളയും, അല്ലെങ്കിൽ വേറെ ഈശ്വരന്മാരുടെ അടുത്തോട്ട് പോകും. എനിക്ക് ഈശ്വരനെ വേണ്ട, എനിക്ക് പെട്ടെന്ന് പ്രീതിപ്പെടുത്തുന്ന ഈശ്വരൻ മതി, അല്ലാതെ പരീക്ഷിക്കുന്ന ഭഗവാൻ വേണ്ട എന്ന് പറഞ്ഞ് മിക്കവരും തന്നെ, കൂടുതൽ ആൾക്കാരും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഞാൻ വളരെയധികം പരീക്ഷണങ്ങൾ നേരിട്ടിട്ടും എന്തുകൊണ്ട് ഭഗവാനെ കൈവിട്ടില്ല? അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ ഒരു അതായത് ഒരു ഒമ്പതാം സ്റ്റാൻഡേർഡ് 10ാം സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോൾ തന്നെ അച്ഛൻ്റെ പണിയൊക്കെ മാറ്റിയിട്ട് അന്നത്തെ മണി ചെയിൻ സർവീസുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതിലൊരു മണി ചെയിൻ സർവീസിൽ പോയി ചേരുകയും തൻ്റെ കുടുംബം തന്നെ അതിൽ പണയപ്പെടുത്തിയല്ല, തൻ്റെ കുടുംബം പണയപ്പെടുത്തി ആ പൈസയ്ക്ക് അതിൽ പോയി ചേർന്ന് മറ്റുള്ളവരെയും കുറേ പേരെയൊക്കെ ചേർത്തു. അപ്പോൾ അങ്ങനെ ഒരു മണി ചെയിൻ സർവീസിന് വേണ്ടി എൻ്റെ ജീവിതം പിന്നെ അച്ഛൻ മാറ്റി വെക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ സംഭവിച്ചത്, പിന്നെ അച്ഛൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ആൾക്കാരെയും കൊണ്ട് പോകുന്നു, ബാംഗ്ലൂർ അതിൻ്റെ ഓഫീസിൽ പോകുന്നു. അപ്പോൾ അതിലൂടെ പെട്ടെന്ന് ഒരു പണക്കാരനാകാം എന്നൊക്കെയുള്ള ഒരു വിശ്വാസമായിരിക്കും അച്ഛൻ അതിൽ കൊണ്ടുചെത്തിച്ചത്. പക്ഷേ നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത്. അങ്ങനെ ആർക്കും പെട്ടെന്ന് ഒരു പണക്കാരനാകാൻ പറ്റത്തില്ല എന്ന് നമുക്കറിയാം. എൻ്റെ ഓർമ്മയിൽ അത്രയും സാധനങ്ങൾ വിറ്റഴിച്ചിട്ടും ഒരു 1000 രൂപയുടെ ചെക്ക് വീട്ടിൽ വന്നതാണ് ഞാൻ കണ്ടുള്ളൂ. സ്വന്തം വീടും സ്ഥലം പണയപ്പെടുത്തി എത്രയോ പൈസയ്ക്ക് ആൾക്കാരെ ചേർത്തിട്ട് വന്നത് വെറും 1000 രൂപയാണ്. അപ്പം അത് വെറും തട്ടിപ്പാന്ന് അന്നൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുത്തു. ഞങ്ങളൊക്കെ ഒത്തിരി കരഞ്ഞു പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ ഒരു അച്ഛൻ്റെ അത്രയിലോട്ടത് കയറിയില്ല. സംഭവിക്കാനുള്ളത് സംഭവിക്കണമല്ലോ. അപ്പോൾ അത് കയറിയില്ല. ഭഗവാന്റെ ഒരു പരീക്ഷണം കൂടി ആയിരുന്നായിരിക്കും അത് അച്ഛൻ്റെ തലയിലോട്ട് കയറിയില്ല. പിന്നെ ഞങ്ങൾക്ക് സംഭവിച്ചത്, എൻ്റെ +2 സമയമൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു. ബ്ലേഡിൽ കൊണ്ട് പണയം വെച്ച് വീടും സ്ഥലമൊക്കെ ബ്ലേഡുകാർ വന്ന് വീട്ടിൽ ബഹളവും ഭീഷണിയൊക്കെ ആയി തുടങ്ങി. ഞങ്ങൾ ഓൾറെഡി ഇൻട്രോവേർട്ടഡാണ്, വീണ്ടും ഇൻട്രോവേർട്ടിലോട്ട് പോയി. പേടി, ഭയം, വീട്ടിൽ ആൾക്കാർ വരുമോ, ബ്ലേഡുകാർ വരുമോ എന്നൊക്കെയുള്ള പേടിച്ച് ഭയന്ന് വീട്ടിൽ ഒളിച്ചിരിക്കുന്ന മിക്ക സമയങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെയും അമ്മയുടെയും അനുജൻ്റെയും ജീവിതം ഒരു പേടി സ്വപ്നത്തിലായി മാറിയ സമയമായിരുന്നു ആ സമയങ്ങളൊക്കെ. പല രാത്രികളും ബ്ലേഡുകാർ വന്ന് വഴക്കുണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഒരു പേടി സ്വപ്നം പോലെ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പം അന്ന് സംഭവിച്ചത്, ലാസ്റ്റ് എല്ലാം വിട്ടൊഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങേണ്ട അവസ്ഥ വന്നു. ഒരു ചെറിയ കുടിലായിരുന്നു, നമ്മൾ സ്വന്തമെന്ന് പറയുന്ന ഒരു കുടിലുണ്ടായിരുന്നു. അത് പോയി. 32 സ്ഥലം ഉണ്ടായിരുന്നു വഴിയരികിൽ, അതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പം അതെല്ലാം പോയി. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന പോലത്തെ ഒരവസ്ഥയിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അന്ന് നമുക്ക് ആ സമയത്ത് വന്നു നമ്മുടെ മതപരിവർത്തനക്കാർ വീട്ടിലെത്തിയായിരുന്നു. അവർ വന്ന് വീട്ടിലോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ വീടും സ്ഥലവും എല്ലാം വെച്ച് തരാം, നിങ്ങൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാം, പക്ഷേ ഒരു കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ മതം മാറണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മതം മാറുവാണെങ്കിൽ അവർ നമുക്കെല്ലാം തിരിച്ചെടുത്ത് നൽകും. പക്ഷേ സാധാരണ ഒരു പൈസേനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മതം മാറും. നമ്മുടെ സ്ഥലം വീടും പോകാതിരിക്കാൻ വേണ്ടി അവർ ഈശ്വരനെ അത്രയും സ്നേഹിക്കുന്നില്ലാത്ത ഒരാൾക്കാരായിരുന്നെങ്കിൽ അവർ മതം മാറിയേനെ. പക്ഷേ എൻ്റെ അമ്മ, അന്ന് ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് പറഞ്ഞത്, ഇവിടെ മതം മാറുന്ന ആൾക്കാർ വന്നായിരുന്നു. അപ്പോൾ ഏത് മതക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മതത്തിനെയും ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത് കാരണം അങ്ങനെയൊന്നും ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവർ വന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഞങ്ങൾ ഈശ്വരനെ വെച്ച് മാറാൻ തയ്യാറല്ല. ഒരു ഈശ്വരനെ ഞങ്ങളുടെ മനസ്സിൽ കുടിയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഈശ്വരനെ മാറ്റി വേറൊരു ഈശ്വരനെ മനസ്സിൽ സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടാലും ഞങ്ങൾ മതം മാറത്തില്ല എന്ന് പറഞ്ഞ് അവരെ വിട്ടു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ വലിയ നോളജും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഭഗവാനെ മനസ്സിൽ കുടിയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് അമ്മ പറഞ്ഞൊരു വാക്കാണ്,
നമ്മുടെ മനസ്സിലിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ ആ ചെറിയൊരു രൂപം, ചിരിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിനെ ഒരു നിമിഷത്തിൽ നമ്മൾ മാറ്റിയിട്ട് വേറൊരു ഈശ്വരനെ കൊണ്ട് എങ്ങനെ സ്ഥാപിക്കും? അതെങ്ങനെ നമുക്ക് സാധിക്കാൻ പറ്റും? നമ്മുടെ ഇതുപോലെയാണ് നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ആ അച്ഛനും വേറെ അപ്പുറത്തെ വീട്ടിൽ പണക്കാരനായ ഒരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ നമ്മുടെ പാവപ്പെട്ട അച്ഛനും അമ്മേനെ മാറ്റി ആ പണക്കാരനായ അച്ഛനും അമ്മേനെയും നമുക്ക് ഒരിക്കലും നമ്മുടെ അച്ഛനും അമ്മയായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുപോലെയാണ് ഈശ്വരനെയും. അപ്പോൾ ചെറുപ്പം തൊട്ടേ നമ്മുടെ മനസ്സിൽ നമ്മുടെ അച്ഛനും അമ്മയും ഈ ഭഗവാൻ ഈശ്വരന്മാരെ കുറിച്ചും പറഞ്ഞു വച്ചേക്കുന്ന കാര്യങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഇതല്ല ഈശ്വരൻ, നിന്റെ ഈശ്വരൻ വേറെ, അതായത് നിന്റെ അച്ഛനും അമ്മയും വേറെ അല്ല, ഇതാണെന്ന് പറയുമ്പോൾ നമുക്ക് ആ സ്നേഹം വരത്തില്ല. അപ്പോൾ ആ ഒരു ചെറുപ്പം തൊട്ട് അങ്ങനെ കിട്ടിയവർക്ക് മാത്രമേ ഉള്ളൂ, ആ ഒരു ഈശ്വരന് അറ്റാച്ച്മെന്റ് കിട്ടിയവർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു അടുപ്പം വരത്തുള്ളൂ. അല്ലാത്തവർക്ക് പെട്ടെന്ന് ഈശ്വരന് മാറാൻ എളുപ്പമാണ്. കാരണം അവർ കൂടുതൽ സ്നേഹിക്കുന്നത് അവരുടെ സ്വന്തമായ ലൗകികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയാണ് ഈശ്വരനെ സ്നേഹിക്കുന്നത്. ആ സുഖഭോഗങ്ങൾക്ക് വേണ്ടി അവർ ഈശ്വരനെ വെച്ച് മാറാനും തയ്യാറാണ്. പൈസയും ജീവിതത്തിലെ ബാക്കി എന്തെങ്കിലും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോഴത്തേനും സുഖത്തിന് വേണ്ടി ദുഃഖത്തിന് വേണ്ടിയൊക്കെ അവർ ഈശ്വരനെ വെച്ച് മാറാൻ തയ്യാറാണ്. അപ്പം എൻ്റെ അച്ഛനും അമ്മയും എടുത്ത തീരുമാനം കാരണമാണ് ഞങ്ങളിപ്പോഴും ഹിന്ദുക്കളായിട്ട് തന്നെ ജീവിക്കാനും കാരണം. അന്ന് അവർ മതം മാറി, ഞങ്ങൾ പിള്ളേരാണ്, അന്ന് അവർ മതം മാറി വേറെ മതത്തോട്ട് പോകാറുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പക്ഷേ ആ മതത്തിൽ ജീവിക്കുകയും പിന്നെ അവർ തരുന്ന സുഖ സൗകര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ ജീവിക്കുകയും ചെയ്യായിരുന്നു. പക്ഷേ എത്ര കഷ്ടപ്പെട്ടിട്ടും ഭഗവാനെ വെച്ച് മാറാൻ തയ്യാറാകാത്ത ഒരു അച്ഛനും അമ്മയുടെയും ആ ആദർശം എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. അന്ന് ആ ഭഗവാനെ കുറിച്ച് പറഞ്ഞ വാക്ക് എനിക്ക് ഒത്തിരി അങ്ങ് അമ്മയുടെ പ്രചോദനമായിട്ട് തോന്നി. അപ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും. കാറും കോളും ഇടിയും മഴയും അതുകൂടാതെ അത് മാറിയെല്ലാം നല്ല സൂര്യനൊക്കെ വരുന്ന സമയങ്ങൾ പോലെയാണ് സുഖവും ദുഃഖവും ഇഷ്ടവും അനിഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഉറച്ചു നിൽക്കണം. അതായത് നമുക്ക് ജീവിതത്തിൽ കഷ്ടപ്പാട് സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച ഉടനെ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം നമ്മൾ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്, അവരുടെ കൂടെയല്ല നമ്മൾ ജീവിക്കുന്നത്. അതുപോലെയാണ് നമ്മൾ ഈശ്വരനെയും കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഈശ്വരനെ ഉപേക്ഷിച്ച് വേറെ ഈശ്വരൻ്റെ അടുത്ത് പോവുകയല്ല ചെയ്യേണ്ടത്. ആ ഈശ്വരനോട്ടുള്ള ഭക്തി നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അന്നൊക്കെ സന്ധ്യാനാമം ചെല്ലുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഭഗവാനെ ഞങ്ങളുടെ ഈ വീടും ഒന്നും പോകാതെ ഞങ്ങളൊന്ന് രക്ഷിച്ചേക്കണേന്ന്. പക്ഷേ ആ വീടൊക്കെ എല്ലാം പോയി. അപ്പോൾ അന്ന് അത് ഭഗവാന്റെ തീരുമാനമാണെന്ന് പോകണം. ഞങ്ങൾക്കത് ജീവിതത്തിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, അത് ഞങ്ങളിൽ നിന്ന് പോകണം എന്നുള്ളത് ഭഗവാന്റെ തീരുമാനമാണ്. അത് ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അന്നേരം നമുക്ക് ഒത്തിരി ദുഃഖമുണ്ടായിരുന്നെങ്കിലും ഭഗവാന്റെ കൈ വിടാതെ ഭഗവാന്റെ കൈ പിടിച്ച് ജീവിതത്തിൽ മുന്നോട്ട് വന്നു. എത്ര പ്രശ്നം ഉണ്ടായിട്ടും ഭഗവാന്റെ കൈ ഒരിക്കലും ഞാൻ കൈവിട്ടിട്ടില്ല, ഭഗവാനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ആ ഒരു പരീക്ഷണം ഞാൻ ഭഗവാനെ നേരിട്ടു. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണം. എല്ലാം നഷ്ടപ്പെട്ടിട്ടും എൻ്റെ ഈശ്വരനെ, എൻ്റെ ഭഗവാനെ കൈവിടാൻ ഞാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് എൻ്റെ ആദ്യം ഭഗവാൻ തന്നെ തിരിച്ചറിയുകയും ഭഗവാനെ കൂടുതൽ ഭഗവാനിലോട്ട് എന്നെ അടുപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഈശ്വരനെ കുറ്റപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? ഈശ്വരനെ സ്നേഹിക്കുകയാണോ ചെയ്യുന്നത്? ഈശ്വരനെ ഇവിടെ നന്ദി പറയുകയാണോ അത് വെറുക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഒരു നല്ല ഭക്തൻ ഒരിക്കലും തൻ്റെ ഭഗവാനെ കുറ്റപ്പെടുത്തുകയില്ല. ആ തരുന്ന ഓരോ പരീക്ഷണങ്ങളെയും ഭഗവാൻ നമ്മുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തി എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കാരണം ലൗകികമായിട്ടുള്ള പല കാര്യങ്ങളിലും എനിക്കിന്ന് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം പണം, പദവി, എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള എല്ലാം എൻ്റെ ഭഗവാൻ എനിക്ക് തന്ന കാര്യങ്ങളാണ്. അപ്പം അന്ന് എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അതെല്ലാം നഷ്ടപ്പെട്ടു പോയ കാരണമായിരിക്കും ഇന്ന് എനിക്ക് ഇതിനോടൊന്നും യാതൊരു ആർത്തിയും യാതൊരു ആഗ്രഹവും ഇല്ല. പണത്തിനോടായാലും സ്വർണത്തിനോടായാലും വീടൊക്കെ എന്തെല്ലാം ഭഗവാൻ എനിക്ക് സമയത്തിന് തരുമെന്ന് എനിക്കറിയാം. ഇന്ന് എൻ്റെ ഈ ഫ്ലാറ്റിൽ ഞാൻ ഇരിക്കുന്നത് തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടായിരുന്നൊരു ഫ്ലാറ്റാണ്. അതിൻ്റെയൊക്കെ പിറകിൽ ഭഗവാന്റെ ഒരു വലിയൊരു അനുഗ്രഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഭഗവാൻ അറിയാം, എൻ്റെ ഭക്തിക്ക് എപ്പോഴാണ് ഏത് സമയത്താണ് വേണ്ടതെന്ന് ഭഗവാൻ അറിയാം. അത് ഭഗവാൻ തന്നിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമുക്ക് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ ഭഗവാനെ ഒരിക്കലും കൈവിടരുത്. അതിനുള്ള ഭക്തി കൂട്ടിയിരിക്കണം. നമ്മളിലുള്ള നമ്മുടെ പല മുൻജന്മ കർമ്മങ്ങളനുസരിച്ച് നമുക്ക് ഈ ജന്മത്തിൽ ഓരോന്ന് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ഈ ജനിച്ചു വീഴുന്ന കുട്ടികൾ, ഞാൻ പണ്ട് പീഡിയാട്രിക് കേസിൽ ആയിരുന്നു ജോലി ചെയ്യുന്ന സമയത്ത്, ജനിച്ചു വീഴുന്ന കുട്ടികൾ വരെ വളരെയധികം വേദന അനുഭവിക്കുന്നു. വളരെയധികം ട്യൂബും വയറ് കീറിയും ഒക്കെ കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കും, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ, അവരെന്ത് തെറ്റിയിട്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്നത്? അവരിപ്പം ജനിച്ചു വീണതേ ഉള്ളൂ. പിന്നെ ആ കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തേക്കുന്നത് അവരിത്ര അനുഭവിക്കാൻ വേണ്ടി? വലിയവരാണെങ്കിൽ വിചാരിക്കാം ഈ ജന്മം മാത്രമേ ഉള്ളെങ്കിൽ അവർ കുറേ പാപം ചെയ്തു, അതുകൊണ്ട് അവർക്ക് അനുഭവിക്കേണ്ടതെന്ന്. പക്ഷേ ഈ ജനിച്ചു വീണ കുട്ടികൾ എന്ത് പാപമാണ് ചെയ്തത്? പിന്നെ ഞാൻ ചിലപ്പം ആലോചിക്കും,
ഓർത്തു, ഈ നമ്മൾ ചിലപ്പം കണ്ടിട്ടുണ്ട് ഈ ചാവേറുകളൊക്കെ അവർ വന്ന് മരിക്കും. അവർ വളരെയധികം ആൾക്കാരെ കൊന്നും ഒക്കെ പരിചയമുള്ള ആൾക്കാരാണ്, ഒത്തിരി പാപം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഒരു സാധാരണ ആൾക്കാരുടെ കൂട്ടത്തിൽ വന്ന് കയറുന്നു. അവിടെ സാധാരണ മനുഷ്യരും പാവപ്പെട്ട ഒരു പാപവും ചെയ്യാത്ത, അധികമൊന്നും ചെയ്യാത്ത ആൾക്കാരുടെ അടുത്ത് അവരെല്ലാം കൊല്ലുന്നു. കൂടുതൽ ചാവേറും മരിക്കുന്നു. അപ്പം നോക്കിയും ആ ചാവേറ് ഒത്തിരി പാപം ചെയ്ത മനുഷ്യനും പാപം അധികം ചെയ്യാത്ത മനുഷ്യരും കൂടുതൽ മരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇവരുടെ ഈ പാപമൊക്കെ ഇവിടെ കൊണ്ട് തീർക്കും, നരകം മാത്രമല്ലല്ലോ, എവിടെയെങ്കിലും അനുഭവിക്കുകയും ചെയ്യണ്ടല്ലോ. അപ്പോഴാണ് എനിക്ക് അതായത് ഈ ജനിച്ചു വീഴുമ്പോഴേ കുട്ടികൾക്കുള്ള ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ അങ്ങനെയുള്ള പാപങ്ങളുടെ പരിണിതഫലം മാത്രമാണ്. അവർക്ക് അന്നേരം നമ്മളെല്ലാവരും മരണം നമുക്ക് ഉറപ്പാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് മരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര ജന്മം ജനിച്ചാലും ചില പാപങ്ങൾ നിങ്ങൾ കൂടെ പോരും. അത് നമ്മൾ അടുത്ത ജന്മത്തിലോട്ട് വരുമ്പം നമുക്കതിൻ്റെ ആ വേദന നമുക്ക് അനുഭവിച്ചേ മതിയാവും. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അത് നമ്മുടെ കർമ്മഫലമാണ്. അല്ലാതെ എല്ലാം ഈശ്വരൻ നമ്മുടെ തലയിൽ കൊണ്ടിടുന്നതല്ല. നമ്മുടെ ഏതൊക്കെയോ മുൻജന്മത്തിൽ നമ്മൾ ചെയ്ത പാപഫലങ്ങളും കർമ്മഫലങ്ങളൊക്കെ നമുക്ക് ഈ ജന്മത്തിൽ ഓരോരോ ജന്മങ്ങളിൽ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഈശ്വരൻ്റെ കൈപിടിച്ച് അതിനൊക്കെ നമുക്ക് മുന്നേറാൻ സാധിക്കും. ഭഗവാൻ നമുക്ക് കരുത്ത് നൽകും, അതൊക്കെ നമുക്ക് മാറിക്കിട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭഗവാനെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. അത് ഭഗവാനെ കൂടുതൽ അറിയാനുള്ള ഒരു സമയമാണ്, ഭഗവാനോട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ അത് നെഗറ്റീവായിട്ട് വിചാരിക്കാതെ അതിനെ പോസിറ്റീവായിട്ട് വിചാരിച്ചുകൊണ്ട് എടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കാരുണ്യവും ഭഗവാന്റെ ഭക്തവാത്സല്യവും കൂടുതൽ ഉണ്ടാകും. നിങ്ങൾക്കത് ഭഗവാൻ വ്യക്തമാക്കി തരും. ഇതാണ് ഭഗവാന്റെ ഭക്തർക്ക് ഒരിക്കലും ഒരു ദുരിതപൂർണമായ ജീവിതമല്ല. നിങ്ങൾ ആ ചെറിയ കാരണങ്ങൾ ഭഗവാൻ എനിക്കൊരു ദുഃഖം തന്നെങ്കിൽ ഭഗവാൻ ഒത്തിരി സന്തോഷവും തന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഇരിക്കുന്നത് തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഭഗവാന്റെ പരീക്ഷ നമ്മൾ വിജയിച്ചാൽ ഭഗവാൻ പിന്നെ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ഭഗവാൻ അറിയാം എൻ്റെ ഭക്തയുടെ കാപട്യം നിറഞ്ഞ സ്നേഹമല്ല, അവളുടെ സ്നേഹം, അവളുടെ ഭക്തി ഉറച്ചതാണെന്ന് ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭക്തിയെ പിന്നെ പ്രഹ്ലാദനെ സംരക്ഷിച്ച പോലെ ഭഗവാൻ നരസിംഹയുടെ മൂർത്തിയുടെ രൂപമെടുത്തു പോലും നമ്മളെ ഭഗവാൻ രക്ഷിക്കും. അത്രയ്ക്കും ഭക്തവാത്സല്യമാണ് നമ്മുടെ ഭഗവാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഭഗവാന്റെ ആ പരീക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിചാരിക്കുക പിന്നെ ഇന്ന് നടക്കാൻ പോകുന്ന ഭഗവാന്റെ മിറാക്കിൾസ് ആണ്. കാരണം കൃഷ്ണഭക്തർ ഒരിക്കലും നിരാശപ്പെടേണ്ട. കൃഷ്ണന്റെ ഭക്തർക്ക് ഒരിക്കലും ഒരു നിരാശാപൂർണമായ ജീവിതമായിരിക്കില്ല. നമ്മളെ ലൗകികമായ സുഖഭോഗങ്ങളിൽ നിന്നൊക്കെ പതുക്കെ മാറ്റി നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ടായി എന്നങ്ങ് വിചാരിക്കുക. കാരണം നമുക്ക് എന്താണ് വേണ്ടത്? മോക്ഷം. ആ മോക്ഷത്തിലോട്ട് പാതയാണ് ഭഗവാൻ തുറന്നു തരുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ആ മോക്ഷത്തിലോട്ടുള്ള പാതയായിട്ട് കണ്ട് നമ്മൾ പടിപടിയായി മുന്നേറുകയാണെങ്കിൽ അവസാനം നമുക്ക് ഭഗവത് പദങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.